ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ശാലിയുടെ കാലുകൾക്ക് വേഗതയേറി. വീട്ടിലെത്തുമ്പോൾ വിനയേട്ടൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്നോർത്ത് നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന അവൾ അറിഞ്ഞു. ഇടയ്ക്കിടെ അവളുടെ വീട്ടിലേക്ക് പോകുന്ന അദ്ദേഹം എതിർത്തിരുന്നു. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് സ്വന്തം വീടെന്നാണ് ഏട്ടൻ പറയുന്നത്. ഒന്നോർത്താൽ അദ്ദേഹം പറയുന്നല്ലേ ശരി. ഞാൻ അവിടുന്ന് 5 മിനിറ്റ് മാറിയെന്നാൽ ഏട്ടൻ്റെയും മക്കളുടെയും കാര്യാകെ കുഴിയും. ഞാൻ ഇടയ്ക്കിടെ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമ്മയും ചോദിക്കാറുണ്ട്, നീ ഇങ്ങോട്ട് പോന്നാൽ അവിടെ അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരായെന്ന്. അച്ഛന് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാൻ കൊതിയേറെയാണ്. അതിനാൽ അച്ഛന് ഞാൻ ചെല്ലുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അമ്മയ്ക്കും മനസ്സുകൊണ്ട് അതെ. പക്ഷേ പുറമേ കാണിക്കത്തില്ലെന്നേ. അമ്മ പണ്ട് അമ്മയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും അമ്മയുടെ വീട്ടിൽ പോകുന്ന കഷ്ടിയാണെന്ന് പറഞ്ഞങ്ങ് തുടങ്ങും ഉപദേശം. ആദ്യമൊക്കെ വിനയേട്ടനും ഏട്ടൻ്റെ അമ്മയൊക്കെ എന്നോട് ഇടയ്ക്കിടെ എൻ്റെ വീട്ടിൽ പോയി 2 ദിവസം നിന്നിട്ട് വരാൻ പറയുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ പോലും താല്പര്യമില്ലാത്ത പോലെയായി. മയൂരി കൂടി ജനിച്ചേ പിന്നെ എനിക്കും ആകെ തിരക്കായി. ഇനിയിപ്പോൾ അച്ഛന് വയ്യായെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നാളായി. പോവാൻ കുറേ നാളായി ആഗ്രഹിക്കുന്നു. അച്ഛൻ എന്നോട് ഫോണിൽ സംസാരിക്കുമ്പോഴൊക്കെ എന്നെ കാണാൻ തോന്നുന്നു എന്ന് പറയാതെ പറയുന്നു. വിനയേട്ടനോട് ചോദിക്കുമ്പോഴൊക്കെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. വീണ്ടും ചോദിച്ച് ശല്യം ചെയ്യുമ്പോൾ ദേഷ്യപ്പെട്ട് നടക്കും. ഇന്നലെ രാത്രിയും കൂടെ പതിവ് പോലെ ആ രംഗം അരങ്ങേറി. മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. രാവിലെ അച്ഛനോടൊന്ന് സംസാരിച്ചപ്പോൾ അങ്ങോട്ടൊന്ന് ചെല്ലാനുള്ള ആഗ്രഹം ഏറെയായി. പിന്നൊന്നും ആലോചിച്ചില്ല. വൈകിട്ട് എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് വേഗം പോവാൻ തയ്യാറായി. വിനയേട്ടൻ രാവിലെ പോയി. ഏട്ടൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എതിരൊന്നും പറഞ്ഞില്ല. എങ്കിലും ആ മുഖത്ത് വന്ന ഭാവം എന്തായിരുന്നു. മയൂരിയോടും കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്കുള്ള ബസ് കയറി. വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉള്ളിലെന്തോ പെടയാൻ തുടങ്ങി. ഏട്ടനോട് പറയാതെയാണ് വന്നതെന്നറിഞ്ഞപ്പോൾ അമ്മയും കണക്കിന് പറഞ്ഞു. അച്ഛൻ കൊഞ്ചിച്ച് വളർത്തിയതിൻ്റെ കുഴപ്പമാണത്രേ ഈ തോന്നിയവാസം. എല്ലാവരും അമ്മയുടെ വളർത്തുദോഷമാണെന്നേ പറയുന്നു തുടങ്ങി. പതിവ് പല്ലവികളെല്ലാം നിരത്തി അച്ഛൻ്റെ സ്വസ്ഥത കളഞ്ഞ അമ്മ. സ്നേഹം പുറത്ത് കാണിക്കാൻ വലിയ മടിയാണ് അമ്മയ്ക്ക്. കുഞ്ഞിലെ മുതൽ അങ്ങനെയാണ്. കെട്ടിച്ചു വിടാനുള്ള പെണ്ണാണ്, സഹിക്കാൻ പഠിക്കണമെന്നൊക്കെ ദിവസം 2 തവണയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ദിവസം പൂർണ്ണമായില്ലായിരുന്നു അമ്മയ്ക്ക്. കുറേ നാളായിട്ട് അച്ഛനും അമ്മയൊന്ന് കാണാൻ കൊതിച്ചാണ് ഇങ്ങോട്ട് വന്നു തന്നെ. വന്നപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നു. പക്ഷേ വീട്ടിലാരോടും അനുവാദം ചോദിക്കാതെ വന്നു എന്നറിഞ്ഞതും അമ്മയുടെ സമനില തെറ്റി. ഏട്ടൻ വീട്ടിലെത്തും മുന്നേ തന്നെ അവിടെ എത്തണം, വേഗം ചെല്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കാനുള്ള ധൃതി കൂടി കണ്ടപ്പോൾ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഒന്നോർത്താൽ അമ്മയുടെ മനസ്സിലെ സ്നേഹം തന്നെയാണ് അമ്മയെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത്. തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ മകളെ ഭർത്താവ് വഴക്ക് പറയുമോ എന്നുള്ള ഭയമാണ് അമ്മയുടെ ഉള്ളിൽ. ബസ് വന്ന് നിന്നപ്പോഴാണ് ചിന്തകളിൽ നിന്ന് ഉണർന്നത്. ബസ്സിൽ കയറി ടിക്കറ്റും എടുത്ത് ഒരൊഴിഞ്ഞ സീറ്റിലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അറിയാതെ ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് ഇരമ്പി വന്നു. കണ്ണുകളടച്ച് പഴയ കാര്യങ്ങൾ അവൾ ഓർത്തെടുത്തു. അവൾ പല ചോദ്യങ്ങളും അവളോട് സ്വയം ചോദിക്കാൻ തുടങ്ങി. താൻ ആഗ്രഹിച്ച ജീവിതമാണോ ഇതെന്ന് പലപ്പോഴും തോന്നും. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമൊക്കെ താനൊരു വായാടിയായിരുന്നു. അമ്മ അടുക്കളപ്പണി ചെയ്യാൻ പറഞ്ഞാൽ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് മുറിയിൽ കയറി കഥകടച്ച് കിടന്നുറങ്ങുന്ന മടിച്ചി കോത. നാളെ അന്യ വീട്ടിലേക്ക് കയറി ചെല്ലേണ്ട പെണ്ണാണെന്ന് അമ്മ പറയുമ്പോൾ, നീ രാവിലെ തന്നെ തുടങ്ങിയോ, അവള് പഠിച്ചോട്ടെ എന്ന് അച്ഛൻ പറയുന്ന കേട്ട് ചിരി അടക്കി പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ നോക്കുന്ന അച്ഛൻ്റെ കുറുമ്പ്. പാടാനും കഥകൾ എഴുതാനും തനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഡിഗ്രി പൂർത്തിയാക്കി വിവാഹാലോചനകൾ നോക്കി തുടങ്ങിയപ്പോഴും കുട്ടിത്തം വിട്ടുമാറിയിരുന്നില്ല. വിനുവേട്ടൻ്റെ ആലോചന വന്നപ്പോൾ എല്ലാവർക്കും നന്നേ ബോധിച്ചു. സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയ നിമിഷങ്ങൾ വേഗം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ താലി സ്വീകരിച്ച ആ വീട്ടിലേക്ക് കയറാൻ നേരമായപ്പോഴും എൻ്റെ അമ്മ ഓർമ്മിപ്പിച്ചു, ഇനി അതാണ് തൻ്റെ വീടെന്ന്, സ്വന്തമെന്ന് കരുതണമെന്ന്. അത്രയും നേരം കല്യാണമെന്ന സുദിനത്തെ കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്ന തനിക്ക് യാതൊരു വിഷമവും തോന്നിയിരുന്നില്ല. ഇറങ്ങാൻ നേരം മകളെ എന്നേക്കുമായി പിരിയുന്ന പോലെയുള്ള അമ്മയുടെ സങ്കടം കണ്ടപ്പോഴും താൻ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് പുതിയ വീടും ആൾക്കാരും എന്ന അങ്കലാപ്പിനിടയിൽ എപ്പോഴോ താനൊരു പാചക വിദഗ്ധയായി മാറിയിരുന്നു. അമ്മ സഹായത്തിന് വിളിച്ചാൽ ഓടി ഒളിക്കാറുണ്ടായിരുന്ന ആ കുറുമ്പി എന്നോ തന്നിൽ നിന്ന് അകന്നുപോയി. ജോലിക്ക് പോകണമെന്ന ആഗ്രഹം മുളയിലെന്നുള്ള അവിടെയുള്ളവർക്ക് നിഷ്പ്രയാസം സാധിച്ചു. തൻ്റെ ആജ്ഞാനുവർത്തിയായി മാറാൻ കഴിയാത്ത ഭാര്യയെ ഉപദ്രവിക്കാനും മടിയില്ലാത്ത ഭർത്താവിൻ്റെ മുമ്പിൽ വേഗം തോറ്റുകൊടുത്തു. ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുന്നേ കുഞ്ഞു മയൂരി എൻ്റെ ഉദരത്തിൽ നാമ്പിട്ടിരുന്നു. അമ്മയായി മാറിയപ്പോൾ പഴയ കുറുമ്പിയെ പൂർണ്ണമായി ഞാൻ മറന്നിരുന്നു. പിന്നീടുള്ള 17 വർഷവും മയൂരിക്കും ഏട്ടനു വേണ്ടി മാത്രമായിരുന്നു ജീവിതം. പാടാൻ കൊതിച്ചിരുന്ന നാവിൻ തുമ്പിൽ കുറച്ചുനാൾ താരാട്ടുപാട്ടുകൾ മാത്രം തത്തിക്കളിച്ചു. എഴുതാൻ പിന്നീട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. മനസ്സിലെ ചിന്തകൾ മഷിത്തുള്ളികളെ പ്രണയിക്കാനാവാതെ മരണപ്പെട്ടു. ഇതിനിടയിൽ വീട്ടിലേക്കുള്ള യാത്രകളുടെ എണ്ണം കുറഞ്ഞു. ആഗ്രഹങ്ങളൊക്കെ മനസ്സിനുള്ളിൽ മൂടപ്പെട്ടു. ശമ്പളമില്ലാത്ത വേലക്കാരിയുടെ സ്ഥാനമാണ് തനിക്കെന്ന് ഓരോ ദിവസവും അദ്ദേഹം തൻ്റെ പ്രവൃത്തികളിലൂടെ ഓർമ്മപ്പെടുത്തും. അപ്പോഴൊക്കെ കഷ്ടപ്പെട്ട് നേടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ നോക്കി പരിഹസിക്കും. അതെവിടെയാണെന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് പോലും താൻ ഇത്ര കാലത്തിനിടക്ക് മറന്നുപോയിരിക്കുന്നു. തനിക്കിറങ്ങേണ്ട സ്റ്റോപ്പായപ്പോഴേക്കും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ഒരു ചേച്ചി തട്ടി വിളിച്ചു. അപ്പോഴാണ് വീണ്ടും ചിന്തകളിൽ നിന്ന് ഉണർന്നത്. വേഗം ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്ന് വീട്ടിലെത്തുമ്പോൾ ഒരു ബഹളം പ്രതീക്ഷിച്ച് തന്നെയാണ് നടന്നത്. വീട്ടിലെത്തിയപ്പോൾ വിനയേട്ടൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരം സന്ധ്യ അടുക്കാറായിരിക്കുന്നു.
വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഭക്ഷണം എടുത്തു വെക്കാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വരത്തിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. വേഷം മാറാൻ മുറിയിൽ കയറിയ ഞാൻ വേഗം മയൂരിയെ വിളിച്ചു. അച്ഛന് ഭക്ഷണം കൊടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. വേഗം പോയി വിളമ്പിക്കൊടുത്തു. ഭക്ഷണം കഴിക്കുമ്പോഴും അയാൾ അവളോടൊന്നും മിണ്ടിയില്ല. തന്റെ വാക്കിന് വിലയില്ലാതെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയതിൽ അയാളുടെ ദേഷ്യം മുഖത്ത് പ്രകടമായിരുന്നു. അത് മനസ്സിലാക്കി അവൾ തന്നെ സംസാരിച്ചു തുടങ്ങി. അത് പിന്നെ അച്ഛൻ രാവിലെ വിളിച്ചിരുന്നു, തീരെ വയ്യെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വേഗം ഇറങ്ങിയത്. ഏട്ടൻ വരുന്നതിന് മുന്നേ തിരിച്ചെത്താന്ന് കരുതി. അതാ. എന്നിട്ട് നിന്റെ തന്ത ചത്തോടി? അരിശമൂത്ത അയാൾ പ്ലേറ്റ് തട്ടിയെറിഞ്ഞുകൊണ്ട് എണീറ്റു. അതോ മോള് കാണാൻ വന്നപ്പോഴേക്കും അയാൾ സൂക്കേട് മാറി എണീറ്റ് ഓടിയോ? അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ഛൻ വിളിച്ചു പോലും. അയാൾ വിളിച്ചോടനെ കെട്ടിയവനും പിള്ളേരും മറന്ന് ഇറങ്ങിപ്പോയേക്കണ്. എന്നോടൊരു വാക്ക് ചോദിക്കാനുള്ള മര്യാദ പോലും നിന്റെ തള്ള പഠിപ്പിച്ചു വിട്ടില്ലല്ലേ? പോവേണ്ടത് നിന്നോട് ഇന്നലെ മലയാളത്തിലടി ഞാൻ പറഞ്ഞു. ഏട്ടൻ എന്തിനാ ഇത്രയും കിടന്ന് അലറുന്നേ? ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്കല്ലേ പോയത്. അതെനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. ആദ്യമായിട്ടായിരുന്നു അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം. സഹികെട്ട് അത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തപ്പോഴേക്കും അവൾ ആലില പോലെ നിന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ശാലി! തീരെ പ്രതീക്ഷിക്കാതുണ്ടായ അവളുടെ ഭാവമാറ്റത്തിൽ നിന്ന് ഞെട്ടിയെങ്കിലും അയാൾ ഒട്ടും അടങ്ങിയില്ല. തന്നോട് ഭാര്യ കയർത്ത് സംസാരിക്കുന്നത് അയാൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. അലറി വിളിച്ചുകൊണ്ട് അയാൾ അവളെ തല്ലാനോങ്ങിയ കയ്യിൽ ഒരാൾ പിടുത്തമിട്ടിരുന്നു. തല്ലാൻ വന്ന കൈകളെ കണ്ട് മിഴികളടച്ച് കിതച്ചു നിന്ന ശാലി മെല്ലെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അച്ഛൻ്റെ കൈ തടുത്തു നിൽക്കുന്ന മയൂരിയാണ് കണ്ടത്. മകളുടെ ആ പ്രവൃത്തിയിൽ അയാൾ തെല്ലൊന്നുമല്ല പകച്ചത്. അമ്പർ നിൽക്കവേ അയാളോടായി മയൂരി പറഞ്ഞു തുടങ്ങി. ഇത്രയും നേരം എല്ലാം കേട്ട് അടങ്ങിയിരിക്കരുത് ഞാൻ. കുഞ്ഞിലെ മുതൽ അച്ഛനമ്മയെ വഴക്ക് പറയുകയും തള്ളുകയും ചെയ്യുമ്പോൾ അതിൽ തെറ്റും ശരി അറിയാതെ അച്ഛനമ്മമാരുടെ വഴക്കിലിടപെടാതെ മുറി അടച്ച് പേടിച്ചു മാറി ഇരിക്കുമായിരുന്നു. വളർന്നപ്പോഴും അത് ശീലമായതുകൊണ്ട് ഒരിക്കലും എനിക്കിതുവരെ അച്ഛൻ്റെ കൈ തടുക്കാൻ ധൈര്യം കിട്ടിയിട്ടില്ല. ഇത്ര നാൾ ഞാൻ വെറുതെ സപ്പോർട്ട് ചെയ്തിരുന്നേലും അമ്മ വീണ്ടും സഹിക്കാൻ തയ്യാറാവുമായിരുന്നു. വീണ്ടും എല്ലാം പഴയപടി തുടരും. പക്ഷെ ഇന്ന് അമ്മ ആദ്യമായിട്ട് അച്ഛനോട് പ്രതികരിച്ചു. ഇനിയും ഞാൻ മാറിക്കുന്നതിൽ അർത്ഥമില്ല. അച്ഛനെന്ന നിലയിൽ എല്ലാ ബഹുമാനവും മനസ്സിലുണ്ടായിട്ടും ചോദിച്ചു പോവാ. നാണല്ലേ അച്ഛ സ്വന്തം ഭാര്യയുടെ മേൽ അധികാരം സ്ഥാപിക്കാനായി ഇത്ര തരം താഴാൻ? അമ്മയുടെ മേൽ ജയിക്കുകയാണെന്ന് കരുതി ഓരോന്ന് അച്ഛൻ ചെയ്തു കൂട്ടുമ്പോഴും ഒരു ഭർത്താവെന്ന നിലയിൽ അച്ഛൻ അമ്മയുടെ മുന്നിൽ തികഞ്ഞ പരാജയമായിട്ട് മാറുകയായിരുന്നു. ഭാര്യമാരുടെ കഷ്ടപ്പാടിനെയും ത്യാഗങ്ങളെയും പറ്റിയൊന്നും വാദോരാതെ പ്രസംഗിക്കാനെന്ന് എനിക്ക് വയ്യ. അങ്ങനെ കുറെ തത്വം പറഞ്ഞുകൊണ്ട് അച്ഛനെ പോലെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവർക്ക് ഒറ്റയ്ക്ക് മനംമാറ്റം വരാനും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം, സ്വന്തം ജീവിതം മാറ്റി നിർത്തി നമുക്ക് വേണ്ടി അമ്മ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു 5 മിനിറ്റെങ്കിലും ചിന്തിക്കാൻ അച്ഛന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അമ്മയുടെ ഇത്രയും മോശമായിട്ട് പെരുമാറാൻ അച്ഛന് കഴിയില്ലായിരുന്നു. ഒരു ജന്മ നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലും അച്ഛനെ തലയിൽ കയറിയെന്ന് വരില്ല, അതിനെ ബാധിക്കുന്നുമില്ല. പക്ഷെ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, ഇനി എൻ്റെ അമ്മയുടെ നേരെ കൈയുയർത്താനുള്ള ധൈര്യം മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് പറിച്ചിറങ്ങേക്ക്. പഴയ പോലെ അമ്മയുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള തത്രപ്പാടൊന്നും ഇവിടെ ആരും കണക്കെടുക്കാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞു അടുത്ത മുറിയുടെ വാതിലരികിൽ നിന്ന് എത്തിവലിഞ്ഞു നോക്കുന്ന വിനോദിനി അമ്മയെ ഒന്നുകൂടി കൂർപ്പിച്ച് നോക്കിയിട്ട് മയൂരി ശാലിയോട് പറഞ്ഞു. അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? യാത്ര കഴിഞ്ഞ് വന്നിട്ട് സാരി പോലും മാറാതെ വേഗം പോയി മുഖക്കൊന്ന് കഴുകി റെസ്റ്റ് എടുക്ക്. വലിച്ചെറിഞ്ഞ പ്ലേറ്റും ഭക്ഷണമൊക്കെ അച്ഛൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളുന്നേ. അമ്മ അതോർത്ത് ടെൻഷനാവേണ്ട എന്ന് പറഞ്ഞ അമ്മയെ നോക്കിയൊരു കള്ളപ്പുഞ്ചിരിയോടെ കണ്ണ് ചിമ്മി. ശാലിനിയുടെ മനസ്സാകെ മൂകമായിരുന്നു. പ്രതീക്ഷിക്കാതെ നടന്ന സംഭവങ്ങളിലുള്ള ഞെട്ടൽ പതിയെ മായാൻ തുടങ്ങി. മയൂരിയുടെ മുഖത്തെ കുറുമ്പ് നിറഞ്ഞ രൗദ്രഭാവം കണ്ടപ്പോൾ അവൾക്ക് ഒന്നും ഉറപ്പായിരുന്നു, മറ്റൊരു ഗതികെട്ട ശാലിയായി തന്റെ മയൂരി മാറില്ലെന്ന്. ഒരമ്മ എന്ന നിലയിൽ അവൾക്ക് ഏറെ ആശ്വസിക്കാൻ അതുമാത്രം മതിയായിരുന്നു.